വിശ്വപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം ആവേശമായി. ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. ചവക്കാട് പുന്നയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. കൊമ്പൻ മരുതിയൂർ കുളങ്ങര മഹാദേവനാണ് ഇടഞ്ഞത്. അയ്യന്തോളിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വിജിലൻസിന്റെ പിടിയിലായി. MBIമാരായ EP കൃഷ്ണകുമാർ, KG അനീഷ് എന്നിവരാണ് പിടിയിലായത്. പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടന് ജാമ്യം. വിയൂരിലെ ജ്വല്ലറിയിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വനംവകുപ്പ് നല്ല മനുഷ്യനെ മാറാൻ ശ്രമിക്കാമെന്ന് വേടൻ. കുന്നുകുളം മത്സ്യമാർക്കറ്റിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് പറഞ്ഞ 10ഓളം പേർക്ക് പരിക്ക്. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന മയിൽവാഹന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം KSRTC ബസിനെ മറികടക്കുന്നതിനിടെ. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. വിശ്വപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി. ആവേശം വാനോളം ഉയർത്തിയാണ് പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടിയിലും പാറമേക്കാവിലും കൊടിയേറ്റം നടന്നത്. കാത്തിരുന്ന പൂരം കൊടിയേറി. പ്രധാന പൂരപങ്കാളി ക്ഷേത്രങ്ങളിൽ തിരുവമ്പാടിയിലാണ് ആദ്യം പൂരം കൊടിയേറിയത്. തീർത്തും ഭക്തിനിർഭരമായ ചടങ്ങിൽ അത്യന്തം പൂരാവേശത്തിലായിരുന്നു തട്ടകക്കാരും ദേവസ്വം ഭാരവാഹികളുമെല്ലാം ചേർന്ന് പൂരം കൊടിയേറ്റിയത്. തട്ടകമുണർത്തി തിരുവമ്പാടി രമേശ് മാരാരുടെ നേതൃത്വത്തിൽ നടന്ന മേളം കൊടിയേറ്റത്തിന് വിളംബരമായി. ക്ഷേത്രം മേൽശാന്തി പ്രദീപ് നമ്പൂതിരി കൊടിമരത്തറയിൽ വിളക്ക് തെളിയിച്ചതോടെ കൊടിയേറ്റ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് പാരമ്പര്യാവകാശികളായ താഴ്ത്തുപുഴയ്ക്കൽ സുന്ദരനും മകൻ സുഷിത്തും ചേർന്ന് ഭൂമി പൂജ നടത്തി. പിന്നീട് പൂജിച്ച ബഹുവർണ്ണ കൊടിക്കൂറ ദേവസ്വം ഭാരവാഹികൾക്ക് കൈമാറി. ഇത് ആലുമാവിലകളാൽ അണിയിച്ചൊരുക്കിയ കൗങ്ങിൻ കൊടിമരത്തിൽ കെട്ടിയ ശേഷമാണ് തട്ടകക്കാരും ക്ഷേത്രം ഭാരവാഹികളും പൂരപ്രേമികളും ആർപ്പു വിളിച്ച് ആഘോഷപൂർവ്വം കൊടിയേറ്റം നടത്തിയത്. മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, MLA P ബാലചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ TA സുന്ദർമേനോൻ, സെക്രട്ടറി K ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി P ശശിധരൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ പ്രശാന്ത് മേനോൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാൻ സഹായിച്ച ആനചികിത്സകൻ ഡോക്ടർ ഗിരിദാസ്, അഡ്വക്കേറ്റ് അഭിലാഷ് എന്നിവരെ ദേവസ്വം ചടങ്ങിൽ ആദരിച്ചു. ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തിന് പിന്നാലെ പൂരം വരവറിയിച്ച് സ്വരാജ് റൗണ്ടിലെ നായ്ക്കനാലിലും നടുവിലാലിലുമുള്ള ആൽമരങ്ങളിലും തിരുവമ്പാടിയുടെ ബഹുവർണ്ണ കൊടികൾ ഉയർന്നു. പ്രധാന പൂരം പങ്കാളി ക്ഷേത്രങ്ങളിൽ രണ്ടാമത് കൊടിയേറിയത് പാറമേക്കാവ് ക്ഷേത്രത്തിലായിരുന്നു. ആലിലെയും മാവിലെയും ദർഭപ്പുല്ലും ചേർത്ത് അലങ്കരിച്ച കൊടിമരത്തിൽ കൊടിക്കൂറ കെട്ടിയായിരുന്നു ഏറെ ആവേശത്തോടെ തട്ടകക്കാർ ചേർന്ന് കൊടിയേറ്റം നിർവഹിച്ചത്. ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് 12:05 വലിയ പാണിയുടെ അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിയ പാറമേക്കാവ് ഭഗവതിയെ സാക്ഷി നിർത്തി തട്ടകക്കാർ ചേർന്നാണ് കൊടിയുയർത്തിയത്. ആലിലെയും മാവിലെയും ദർഭപ്പുല്ലും ചേർത്തലങ്കരിച്ച കൗങ്ങിൽ സിംഹമുദ്രയുള്ള കൊടിക്കൂറ കെട്ടി ആർപ്പുവിളികളോടെയും ആരവങ്ങളോടെയുമായിരുന്നു കൊടിയേറ്റം. തുടർന്ന് ക്ഷേത്രത്തിലെ പാലമരത്തിലും മണികണ്ഠനാലിലും സിംഹമുദ്രയുള്ള പൂരപതാകകൾ ഉയർത്തി. കൊടിയേറ്റത്തിന് ശേഷം 5 ആനകളുടെ അകമ്പടിയോടെ ഗജവീരൻ പാറമേക്കാവ് കാശിനാഥന്റെ ശിരസിലേറി ഭഗവതി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി. മേളകലാരത്നം കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രാമാണികത്വത്തിലുള്ള മേളവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. എഴുന്നള്ളിപ്പ് വടക്കുന്നാഥ ക്ഷേത്രത്തിലെത്തി കൊട്ടിക്കലാശിച്ചതോടെ ആചാരവെടിക്കെട്ടും നടന്നു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ M ബാലഗോപാൽ, സെക്രട്ടറി G രാജേഷ്, വൈസ് പ്രസിഡന്റ് E വേണുഗോപാൽ, അസിസ്റ്റന്റ് സെക്രട്ടറി PV നന്ദകുമാർ തുടങ്ങിയവർ കൊടിയേറ്റത്തിന് നേതൃത്വം നൽകി. ഇനി വർണ്ണനാഥ താള വിസ്മയങ്ങളുടെ ദിനങ്ങൾ. അതിനായുള്ള കാത്തിരിപ്പിലാണ് പൂരനഗരി. ആനയും മേളവും പൂരവുമെല്ലാമായി ഇനി 7 നാൾ ശക്തന്റെ തട്ടകം പൂരലഹരിയിൽ അമരും. മെയ് 6, 7 തീയതികളിലാണ് പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം. റിപ്പോർട്ടർ അഭിജിത്ത് തലച്ചിറയ്ക്കൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കര, ടീം TCV.
തൃശൂർ പൂരത്തിലെ ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. ലാലൂർ, അയ്യന്തോൾ, ചെമ്പൂക്കാവ്, കണിമംഗലം ശാസ്താക്ഷേത്രം, കുറ്റൂർ നീതലക്കാവ് ക്ഷേത്രം, കിഴക്കമ്പാട്ടുകര പനമുക്കുംപള്ളി ശാസ്താക്ഷേത്രം, ചൂരക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് കൊടിയേറ്റം നടന്നത്. തൃശൂർ പൂരത്തിന്റെ പ്രധാന പങ്കാളിയായ പാറമേക്കാവ് ക്ഷേത്രത്തിലെ പൂരം കൊടിയേറ്റത്തിന് ശേഷം പാറമേക്കാവ് ഭഗവതിയുടെ ആറാട്ട് നടന്നു. ക്ഷേത്രത്തിൽ കൊടിയേറിയ ശേഷം കിഴക്കൂട്ട് അനിയന്മാരാരുടെ നേതൃത്വത്തിൽ നടന്ന പാണ്ടിമേളത്തിന്റെ അകമ്പടിയോടെ അഞ്ചാനപ്പുറത്ത് പാറമേക്കാവ് ഭഗവതി വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. പാറമേക്കാവ് കാശിനാഥൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വടക്കേ ഗോപുരനട വഴി ചന്ദ്രപുഷ്കരണിയിലെത്തി ഭഗവതിയുടെ ആറാട്ട് നടത്തി. പാറമേക്കാവ് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരി, മേൽശാന്തി വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആറാട്ട്. തുടർന്ന് മഞ്ഞൾപ്പൊടി അഭിഷേകത്തിന് ശേഷം സർവാഭരണ വിഭൂഷയായി ഭഗവതി ക്ഷേത്രത്തിലേക്ക് തിരിച്ചെഴുന്നള്ളി. തിരുവമ്പാടി ക്ഷേത്രത്തിലെ കൊടിയേറ്റത്തിന് ശേഷം നടന്ന ഭഗവതിയുടെ ആറാട്ട് എഴുന്നള്ളിപ്പ് ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച എഴുന്നള്ളിപ്പിന് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. തിരുവമ്പാടി രമേശിന്റെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം അകമ്പടിയായി. നായ്ക്കനാലിൽ പൂരപതാക നാട്ടിയതിനെ തുടർന്ന് വെടിക്കെട്ട് നടന്നു. തുടർന്ന് എഴുന്നള്ളിപ്പ് വടക്കുനാഥന്റെ ശ്രീമൂലസ്ഥാനത്തെത്തിയതിനു ശേഷം പ്രദക്ഷിണ വഴി കടന്ന് ആറാട്ടിനായി പഴയ നടക്കാവിലെ നടുവിൽ മഠത്തിലെത്തി ആറാട്ടിന് ശേഷം പറയെടുപ്പ് ആരംഭിച്ചു. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് ടി എ സുന്ദർമേനോൻ, സെക്രട്ടറി കെ ഗിരീഷ് കുമാർ, ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ പൂരത്തിന് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. വെടിക്കെട്ട് സ്വരാജ് റൗണ്ടിൽ നിന്ന് കാണുന്നതിനും വനിതകൾക്ക് ആസ്വദിക്കാൻ മികച്ച സൗകര്യമൊരുക്കുമെന്നും മന്ത്രി TCVയോട് പറഞ്ഞു. പൂരം ഇനി ഓരോ മിനിറ്റിലും അത്ഭുതങ്ങളുടെ പൂരമാണ്. തൃശൂർ ഇനിയുള്ള ദിവസങ്ങളിൽ ലോകത്തിൻ്റെ തലസ്ഥാനമാവുകയാണ്. പൂരത്തിൻ്റെ വെയിൽ പ്രമാണിച്ച് കുടിവെള്ളം കൂടുതൽ കൊടുക്കും, ഓക്സിജൻ പാർലറുകൾ ഉണ്ടാകും, തലകറങ്ങി വീണാൽ കൊണ്ടുപോകാൻ ആളുണ്ടാകും, ഭിന്നശേഷിക്കാരായവർക്ക് കാണാൻ അവസരം ഉണ്ടാകും, സ്ത്രീകളുടെ പങ്കാളിത്തം പൂരത്തിൽ ഗംഭീരമാക്കും. ഇത്തവണ നമ്മുടെ പത്തായപ്പുര മുതൽ നടുവിലാൽ വരെ സ്വരാജ് റൗണ്ടിൽ ആളുകൾക്ക് ഇറങ്ങി നിന്ന് വെടിക്കെട്ട് കാണാൻ പറ്റുന്ന വർഷങ്ങൾക്ക് ശേഷമുള്ള അത്ഭുതകരമായ ഒന്നാണ്. ഒരു കുറവുണ്ടാകില്ല.
തൃശൂർ പൂരത്തിന് കൊടിയേറിയതോടെ പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങൾ വൈദ്യുത ദീപാലംകൃതമായി. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു പൂരക്കാലം കൂടി വന്നെത്തിയതോടെ തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെല്ലാം അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി ക്ഷേത്രവും പാറമേക്കാവ് ക്ഷേത്രവും കണ്ണഞ്ചിപ്പിക്കുന്ന വിധം വൈദ്യുത ദീപാലങ്കാരങ്ങളാൽ ശോഭിതമായി. ദേശക്കാരും ഭക്തരുമടക്കം നിരവധി പേരാണ് വൈദ്യുത ദീപാലങ്കാരത്താൽ ജ്വലിച്ചു നിൽക്കുന്ന ക്ഷേത്ര കാഴ്ചകൾ കണ്ടാസ്വദിക്കാനെത്തുന്നത്. ചാവക്കാട് പുന്ന അയ്യപ്പ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയടഞ്ഞു. പാപ്പാനടക്കം 2 പേർക്ക് പരിക്കേറ്റു. മുതുവട്ടൂർ പോക്കാക്കില്ലത്ത് നിസാം, 2ാം പാപ്പാൻ കാരമുക്ക് മമ്പുള്ളി വീട്ടിൽ ബിജു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരുതിയൂർ കുളങ്ങര മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. നിസാമിനെ തുമ്പിക്കൈകൊണ്ട് പൊക്കിയെടുത്ത് തൊട്ടടുത്ത അയനപ്പുള്ളി ജനാർദ്ദനന്റെ വീട്ടുവളപ്പിലെത്തി. നിസാമിനെ നിലത്തിട്ട് കുത്താൻ ശ്രമിച്ചു. ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് ആന ഇയാളെ വിട്ടുപോയി. ഇതിനിടയിലാണ് പാപ്പാന് പരിക്ക് പറ്റിയത്. റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയ്ക്കും കാറിനും കേടുപാട് പറ്റി. ആനപ്പുറത്തുണ്ടായിരുന്നവർ ചാടി രക്ഷപ്പെട്ടു. ഗുരുവായൂരിൽ നിന്ന് എലിഫന്റ് സ്ക്വാഡെത്തിയാണ് ആനയെ തളച്ചത്. തൃശൂരിൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലായി. ഉദ്യോഗസ്ഥരുടെ പക്കൽ നിന്ന് 79,500 രൂപ പിടിച്ചെടുത്തു. തൃശൂർ RTO ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ AP കൃഷ്ണകുമാർ, KG അനീഷ് എന്നിവരാണ് അയ്യന്തോൾ SN പാർക്ക് റോഡിൽ വെച്ച് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമയിൽ നിന്ന് കാറിൽ വെച്ച് കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് വിജിലൻസ് പിടികൂടിയത്. വിജിലൻസ് DYSP CG ജിംപോൾ, ഇൻസ്പെക്ടർ ജയേഷ് ബാലൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇരുവരെയും പിടികൂടിയത്. പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടന് ജാമ്യം ലഭിച്ചു. പെരുമ്പാവൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പുലിപ്പല്ല് തനിക്ക് സമ്മാനമായി ലഭിച്ചതാണെന്നും സാധാരണക്കാരന് എങ്ങനെ പുലിപ്പല്ല് തിരിച്ചറിയാനാകുമെന്നും വേടൻ കോടതിയിൽ ചോദിച്ചു. വനംവകുപ്പിന്റെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് വേടന് കോടതി ജാമ്യം അനുവദിച്ചത്. പുലിപ്പല്ല് വെള്ളിയിൽ കെട്ടി മാല നിർമ്മിച്ചുകൊടുത്ത വിയ്യൂരിലെ സരസ ജ്വല്ലറിയിലും വീട്ടിലുമെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പുകവലിയും മദ്യപാനവും തെറ്റാണെന്ന് അറിയാമെന്നും നല്ല മനുഷ്യനായി മാറാൻ ശ്രമിക്കാമെന്നും ജാമ്യം ലഭിച്ചതിനു ശേഷം വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കുന്നംകുളം മത്സ്യമാർക്കറ്റിന് സമീപം സ്വകാര്യ ബസ് മറിഞ്ഞ് 10ഓളം പേർക്ക് പരിക്ക്. പാലക്കാട് ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന മയിൽ വാഹന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പാലക്കാട് ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരുന്നതിനിടെ കുന്നംകുളം മത്സ്യമാർക്കറ്റിന് സമീപം KSRTC ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് സമീപത്തെ പാടത്തേക്ക് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. ചാവക്കാട് മുല്ലത്തറയിൽ ബസ്സിന് മുകളിൽ ട്രെയിനിടിച്ച് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ലുകൾ തകർന്നു. ആർക്കും പരിക്കില്ല. ചാവക്കാട് നിന്നും 4 മണിക്കാറ്റ് റൂട്ടിൽ പോകുന്ന സുൽത്താൻ ബസ്സിന് മുകളിലാണ് ദേശീയപാത നിർമ്മാണത്തിന് കൊണ്ടുവന്ന ക്രെയിൻ ഇടിച്ചത്. ക്രിമിനൽ അഭിഭാഷകൻ BA ആളൂർ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. എറണാകുളം ലിസി ആശുപത്രിയിലായിരുന്നു അന്ത്യം. എരുമപ്പെട്ടി പതിയാരം ആളൂർ പരേതരായ ആന്റണിയുടെയും റോസിയുടെയും മകനാണ്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. പ്രമാദമായ നിരവധി കേസുകളിലും പ്രതിഭാഗം അഭിഭാഷകനായിരുന്നു. സൗമ്യ വധക്കേസിൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി വാദിച്ചാണ് ശ്രദ്ധേയനായത്. തുടർന്ന് പല വിവാദ കേസുകളും ഏറ്റെടുക്കുകയായിരുന്നു. പതിയാരം പള്ളി പെരുന്നാളിനോടനുബന്ധിച്ച് എത്തിയിരുന്നു. പെരുന്നാൾ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശ്വാസതടസ്സം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട പേരായിരുന്നു അഡ്വക്കേറ്റ് BA ആളൂർ. എതിർപ്പുകളും പ്രതിഷേധങ്ങളും നേരിട്ട സംഭവബഹുലമായിരുന്നു ആളൂരിന്റെ അഭിഭാഷക ജീവിതം. എരുമപ്പെട്ടി പതിയാരം ആളൂർ ദമ്പതികളുടെ 6 മക്കളിൽ 3ാമത്തെ മകനാണ് ബിജു ആന്റണി എന്നു പേരുള്ള അഡ്വക്കേറ്റ് BA ആളൂർ. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം കുന്നംകുളത്തെ സ്വകാര്യ കോളേജിൽ നിന്ന് MA ബിരുദം കരസ്ഥമാക്കി. തുടർന്ന് മൂത്ത സഹോദരന്മാർ ജോലി ചെയ്യുന്ന മുംബൈ, പൂനെയിലേക്ക് ജോലി തേടിപ്പോയി. സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനിടെ സ്വകാര്യ കോളേജിലെ രാത്രി ക്ലാസ്സിൽ ചേർന്ന് LLB ബിരുദമെടുത്തു. ഇതിനുശേഷം നാട്ടിലെത്തി വടക്കഞ്ചേരി കോടതിയിൽ കുറഞ്ഞ കാലം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തു. തുടർന്ന് മുംബൈയിലേക്ക് മടങ്ങിപ്പോകുകയും ക്രിമിനൽ ലോയറായും പ്രമുഖർക്കെതിരെയുള്ള പൊതു താൽപര്യ കേസുകളെടുത്തും ശ്രദ്ധേയനായി. ഇതിനിടയിൽ നാട്ടിലെത്തിയപ്പോഴാണ് 2011 ഫെബ്രുവരി 1 ട്രെയിനിൽ യാത്ര ചെയ്തിരുന്ന സൗമ്യ ഷൊർണൂരിൽ വെച്ച് ക്രൂരമായി കൊല ചെയ്യപ്പെടുന്നത്. പ്രതിയായ ഗോവിന്ദച്ചാമിക്ക് വേണ്ടി ഹാജരായതോടെയാണ് അഡ്വക്കേറ്റ് BA ആളൂർ കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത്.
ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം കേരളം ഒന്നാകെ അതിവൈകാരികമായി ആളൂരിനെതിരെ പ്രതികരിച്ചു. ആളൂരിന്റെ എരുമപ്പെട്ടി പതിയാരത്തുള്ള വീട്ടിലേക്ക് വിവിധ സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. എന്നിട്ടും തന്റെ കക്ഷിക്ക് വേണ്ടി ആളൂർ ഉറച്ചുനിന്ന് വാദിച്ചു. വിചാരണ കോടതി ഗോവിന്ദച്ചാമിക്ക് തൂക്കുകയർ വിധിച്ചു. അപ്പീൽ തള്ളി കേരള ഹൈക്കോടതിയും വധശിക്ഷ ശരിവച്ചു. എന്നാൽ ആളൂർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറയ്ക്കുകയും ചെയ്തു. ഇതോടെ BA ആളൂർ വീണ്ടും ചർച്ചയാകുകയും മികച്ച ക്രിമിനൽ വക്കീലെന്ന പ്രസിദ്ധി നേടുകയും ചെയ്തു. തുടർന്ന് പെരുമ്പാവൂർ ജിഷാവധം, കൂടത്തായി, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ്, ഇലന്തൂർ ഇരട്ടക്കൊലപാതകം തുടങ്ങിയ കേസുകളിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായി. എതിർപ്പുകളും പ്രതിഷേധങ്ങളും തന്റെ ജോലിയുടെ ഭാഗമായി കണ്ടിരുന്ന ആളൂർ ഇതിനെയെല്ലാം ചിരിച്ചുകൊണ്ടാണ് നേരിട്ടിരുന്നത്. അതേസമയം നാട്ടിലെ പൊതുപരിപാടികളിലെല്ലാം സജീവമായിരുന്നു ആളൂർ. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനുമായിരുന്നു. TCV ന്യൂസ്, എരുമപ്പെട്ടി. മാപ്രാണം നെടുമ്പാൾ കോന്തിപുലം ബീവറേജിലെ മദ്യക്കള്ളൻ പിടിയിലായി. രാപ്പാൾ പള്ളം സ്വദേശി പുതുപ്പള്ളി വീട്ടിൽ പ്രവീണാണ് പിടിയിലായത്. കോന്തിപുലം പാടത്തിന് നടുവിലുള്ള ബീവറേജിൽ ഏതാനും ദിവസങ്ങളായി സ്റ്റോക്കിൽ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ട ജീവനക്കാർ CCTV ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പ്രീമിയം ഷോപ്പിൽ നിന്നും ഒരാൾ മദ്യം മോഷ്ടിച്ചു പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. പിങ്ക് വോഡ്ക, മാജിക് മൂമെന്റ് തുടങ്ങിയ ബ്രാൻഡിലുള്ള മദ്യമാണ് 2 കുപ്പികൾ വീതം കടത്തിക്കൊണ്ടുപോയിരുന്നത്. ചൊവ്വാഴ്ച രാത്രിയോടെ വീണ്ടും മോഷണത്തിനായി ഷോപ്പിലെത്തിയ യുവാവിനെ ജീവനക്കാർ പിടികൂടി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ 15,500 രൂപയുടെ മദ്യമാണ് ഇയാൾ ഇവിടെ നിന്ന് മോഷ്ടിച്ചത്. പുതുക്കാട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാളെ ബീവറേജിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇടയ്ക്കിടയ്ക്ക് സ്റ്റോക്ക് നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്റ്റോക്ക് നോക്കിയപ്പോൾ ജുനോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് മദ്യത്തിൻ്റെ ഫുൾ ബോട്ടിൽ 2-3-5 ബോട്ടിൽ കുറവുണ്ട്. അപ്പോൾ കുറവുണ്ടെന്നപ്പോൾ കണ്ടപ്പോൾ നമ്മൾ CCTV പരിശോധിക്കേണ്ടായത്. CCTV പരിശോധിച്ചപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി, ഇപ്പോൾ നമ്മൾ കണ്ടുപരിചയമുള്ള ഒരു വ്യക്തിയാണ്, ഇവിടെ അടുത്ത് തന്നെ പള്ളം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വന്ന് നിരന്തരമായിട്ട് ഇങ്ങനെ സമയങ്ങൾ ഇടവിട്ട് ഇങ്ങനെ ബോട്ടിലുകൾ വന്ന് എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യം കണ്ടു. അപ്പോൾ ഞങ്ങളത് കൂടുതൽ ആക്ഷനൊന്നും എടുക്കാൻ, പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ അപ്പോൾ പോയില്ല. അയാൾ വീണ്ടും വരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്നു. പുള്ളി വന്ന് ഒരു ബോട്ടിൽ എടുത്ത് അരയിൽ വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് പുതുക്കാട് പോലീസിൽ അറിയിക്കുകയും പോലീസ് വന്ന് തൊണ്ടിയടക്കം അവരെ അറസ്റ്റ് ചെയ്യാനുണ്ടായത്. വാടാനപ്പള്ളിയിൽ ഫ്ലക്സ് കട്ടർ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തൃത്തല്ലൂർ സ്വദേശി മേത്തശ്ശേരി വീട്ടിൽ സലീഷിനെയാണ് വാടാനപ്പള്ളി പോലീസ് പിടികൂടിയത്. തലക്കുളം എടശ്ശേരി സ്വദേശി കാട്ടിരംകുന്ന് വീട്ടിൽ ബാബുവിനെയാണ് പ്രതി കുത്തി പരിക്കേൽപ്പിച്ചത്. ബാബുവിന്റെ പേരക്കുട്ടിയുമായി പ്രതി തർക്കത്തിൽ ഏർപ്പെട്ടത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പരിക്കേറ്റ ബാബു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ NB ഷൈജു, സബ് ഇൻസ്പെക്ടർമാരായ SM ശ്രീലക്ഷ്മി, തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ചാലക്കുടിയിൽ ചത്ത രണ്ടാമത്തെ നായ്ക്കും പേവിഷബാധ സ്ഥിരീകരിച്ചു. കൂടപ്പുഴ ലൂസിയ നാൽക്കവലയിൽ അടിച്ചുകൊന്ന തെരുവ് നായ്ക്കാണ് വിഷബാധ സ്ഥിരീകരിച്ചത്. തിങ്കളാഴ്ച വെട്ടുകടവ് കൂടപ്പുഴ പ്രദേശത്ത് 6 ആളുകളെയും ഏതാനും നായ്ക്കളെയും ഈ നായ കടിച്ചിരുന്നു. ഒരാഴ്ച മുൻപ് ചാലക്കുടി മാർക്കറ്റിൽ 2 ആളുകളെയും നിരവധി മറ്റു നായകളെയും കടിച്ച തെരുവ് നായ്ക്കും വിഷബാധ സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ചാലക്കുടി നഗരവും പ്രാന്തപ്രദേശങ്ങളും ആശങ്കയിലായി. വീടുകളിൽ വളർത്തുന്ന നായകളെ നിരീക്ഷിക്കണമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. പ്രതിരോധ നടപടികളുടെ ഭാഗമായി നഗരസഭയുടെ നേതൃത്വത്തിൽ 50ഓളം തെരുവ് നായകളെ ഇതിനകം പിടികൂടി സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അറിയിച്ചു. പാലിയേക്കര ടോൾ ബൂത്തിന് സമീപം തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് ടീം നടത്തിയ വാഹന പരിശോധനയിൽ കേരള സംസ്ഥാന നികുതി അടയ്ക്കാത്ത 10 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകളിൽ നിന്നായി 13 ലക്ഷം രൂപ നികുതി ഇനത്തിലും പിഴ ഇനത്തിലും ഈടാക്കി. ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിക്ക് തുടങ്ങിയ പരിശോധന ബുധനാഴ്ച പുലർച്ചെ 3 മണിവരെ നീണ്ടുനിന്നു. അമിതമായി കളർ ലൈറ്റുകൾ ഘടിപ്പിച്ചുവന്ന കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളും പിടികൂടിയിട്ടുണ്ട്. പോലീസ് വാഹനമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ചുവപ്പും നീലയും നിറത്തിൽ മിന്നിത്തിളങ്ങുന്ന ലൈറ്റ് ഘടിപ്പിച്ച മാരുതി കാറിനും പിഴയിട്ടു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ PV ബിജു, KB ഷിജു, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ K സന്തോഷ് കുമാർ, P ഷിജു, CV ടിനീഷ്മോൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ ഇടിമിന്നലിൽ മേഖലയിൽ ശ്രീനഗറിൽ ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. ഇടിമിന്നലിൽ 20ഓളം വീടുകളിലെ വൈദ്യുതി ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിച്ചു. വാലത്ത് ശശി, മൂലങ്കണ്ടി നൌഷാദ്, മാണിക്കത്ത് ഹേമന്ത്കുമാർ, ഓലക്കോട്ട് ഐഷാബി, പഴുക്കുന്നത്ത് സുനിൽ, കായിപ്പറമ്പിൽ രാജൻ തുടങ്ങിയവരുടെ വീടുകളിലെ ഗൃഹോപകരണങ്ങളാണ് കത്തിനശിച്ചത്. കുടുംബക്ഷേമ സമിതി ഓഫീസിലെ ഇൻവെർട്ടറും കത്തിനശിച്ചിട്ടുണ്ട്. നാശനഷ്ടം സംഭവിച്ചവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് മുൻ കൌൺസിലർ MK സഹീർ ആവശ്യപ്പെട്ടു.
ഷെയർ ട്രേഡിംഗിനായി പണം നൽകിയ ലാഭവിഹിതം ഇരട്ടി നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് 5.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഒരാളെ കൂടി കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിന്തൽമണ്ണ കീഴാറ്റൂർ മുടവന്തോടി വീട്ടിൽ മുഹമ്മദ് സക്രിയയാണ് അറസ്റ്റിലായത്. കൊടകര കനകമല സ്വദേശിയിൽ നിന്ന് പല തവണയായി തട്ടിപ്പ് സംഘം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 5,43,329 രൂപ ട്രാൻസ്ഫർ ചെയ്യുകയും പിന്നീട് വാങ്ങിയ പണമോ ലാഭവിഹിതമോ നൽകാതെ കബളിപ്പിക്കുകയും ചെയ്തതായുള്ള പരാതിയിലാണ് അറസ്റ്റ്. കേസിലെ പ്രതികളായ വയനാട് സ്വദേശികളായ മുഹമ്മദ് ഷാഫി, ഡെന്നി എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കൊടകര SHO PK ദാസ്, SI EA സുരേഷ്, ASI സജു പോലൂസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. അനധികൃതമായി രാത്രികാല ട്രോളിംഗ് നടത്തി നിർത്താതെ പോയ ബോട്ടിനെതിരെ കർശന നടപടിയെടുത്ത് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് അധികൃതർ. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരും മുനക്കക്കടവ് കോസ്റ്റൽ പോലീസും ചേർന്ന് നടത്തിയ രാത്രികാല പട്രോളിംഗിനിടയിലാണ് തീരത്തോട് ചേർന്ന് കരവലി നടത്തി വന്നിരുന്ന എറണാകുളം പള്ളിപ്പുറം സ്വദേശി സനീഷിന്റെ ഉടമസ്ഥയിലുള്ള അഭിനോ എന്ന ബോട്ട് പിടിച്ചെടുത്തത്. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് 2.5 ലക്ഷം രൂപ ബോട്ടുടമയിൽ നിന്ന് പിഴ ഈടാക്കി. ഇനി തൃശൂർ പൂരം വിശേഷങ്ങളുമായി പൂരം വരവായി. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. Co-sponsored by Jones Honda Cars, Scooters and Bikes തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. തൃശൂർ പൂരത്തിലെ പ്രധാന ചടങ്ങുകൾ നടക്കുന്നത് വടക്കുനാഥ ക്ഷേത്രം ഉൾപ്പെടുന്ന തേക്കിൻകാട് മൈതാനിയിലാണ്. പക്ഷേ വടക്കുനാഥൻ പൂരച്ചടങ്ങുകളിൽ പങ്കാളിയാകുന്നില്ല. പൂരം ആരംഭിച്ച നാൾ മുതലേ പൂരച്ചടങ്ങുകൾ വടക്കുനാഥ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ്. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരും മറ്റ് 8 ഘടക ക്ഷേത്രങ്ങളും പൂരത്തിന് വടക്കുനാഥന്റെ സന്നിധിയിലെത്തുന്നു. പൂരത്തലേന്ന് നെയ്തിലക്കാവ് ഭഗവതി ആനപ്പുറമേറി തെക്കേ ഗോപുരനട തുറക്കുന്നതോടെയാണ് പൂരച്ചടങ്ങുകൾക്ക് തുടക്കമാകുന്നത്. പൂരം നാളിൽ വടക്കുനാഥനിൽ ആദ്യമെത്തുക കണിമംഗലം ശാസ്താവാണ്. പിന്നെ ഘടകപൂരങ്ങൾ ഓരോന്നായി എത്തും. പ്രസിദ്ധമായ ഇലഞ്ഞിത്തറ മേളം ക്ഷേത്രം മതിൽക്കെട്ടിനകത്തും തിരുവമ്പാടിയുടെ പാണ്ടിമേളം ശ്രീമൂലസ്ഥാനത്തും കൊട്ടിക്കയറും. പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ കൂടിക്കാഴ്ച തെക്കേ ഗോപുരത്തിന് മുന്നിലാണ്. പൂരപ്പിറ്റേന്ന് ഭഗവതികൾ ഉപചാരം ചൊല്ലി പിരിയുന്നത് പടിഞ്ഞാറേ ഗോപുരം സാക്ഷിയാക്കിയാണ്. ഇതിലൊന്നിലും വടക്കുനാഥൻ പങ്കാളിയാകുന്നില്ല. വടക്കുനാഥ ക്ഷേത്രത്തിലെ പൂജകളിലും വ്യത്യാസമില്ല. വടക്കുനാഥൻ എല്ലാത്തിനും സാക്ഷി മാത്രം. തൃശൂർ പൂരത്തിന് എക്കാലത്തും തിടമ്പേറ്റിയിരുന്നത് പുകൾപെറ്റ കൊമ്പന്മാരായിരുന്നു. തിരുവമ്പാടിയുടെയും പാറമേക്കാവിന്റെയും തിടമ്പേറ്റിയിരുന്ന പ്രശസ്തരായ മിക്ക ആനകളും മൺമറഞ്ഞു കഴിഞ്ഞു. ഈ ഗജവീരന്മാരെ അനുസ്മരിക്കുകയാണ് പൂരവിശേഷത്തിൽ. അഴകും പെരുമയും ഗാംഭീര്യവുമുള്ള ആനകളായിരുന്നു എക്കാലത്തും തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും തിടമ്പേറ്റിയിട്ടുള്ളത്. ഇരുവിഭാഗങ്ങളിലുമായി തിടമ്പേറ്റിയിട്ടുള്ള ഉയരത്തിൽ പുകൾപെറ്റ കൊമ്പന്മാരുടെ ചന്തം എക്കാലത്തും പൂരപ്രേമികളുടെ മനം കവർന്നിട്ടുള്ളതുമാണ്. തിരുവമ്പാടിക്കും പാറമേക്കാവിനും നികത്താനാകാത്ത നഷ്ടം എന്ന് പറയുന്ന ഗജവീരന്മാരാണ് തിരുവമ്പാടി ചന്ദ്രശേഖരനും തിരുവമ്പാടി ശിവസുന്ദറും പാറമേക്കാവ് പരമേശ്വരനും പാറമേക്കാവ് പത്മനാഭനും. ആദ്യകാലത്ത് പാറമേക്കാവിനു വേണ്ടി തിടമ്പേറ്റിയിരുന്നത് പൂമുള്ളിമന ശേഖരനായിരുന്നു. പുറത്തെ എല്ല് കാണാത്ത വിധം കൊഴുത്തുരുണ്ട ശേഖരന്റെ പുറത്ത് 4 പേർ ഇരുന്നാലും പിന്നെയും 2 പേർക്ക് ഇരിക്കാവുന്ന സ്ഥലം ബാക്കിയുണ്ടാകുമായിരുന്നു അത്രേ. അക്കാലത്ത് തിരുവമ്പാടി വിഭാഗത്തിന് തിടമ്പേറ്റിയിരുന്നത് ഏറ്റവും ഉയരം കൂടിയ ആനയായ ചെങ്ങല്ലൂർ രംഗനാഥനായിരുന്നു. തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിലേക്ക് വെള്ളം കൊണ്ടുവന്നിരുന്ന ആനയായ രംഗനാഥനെ ക്ഷേത്രഗോപുരം കടക്കാതെ വന്നതിനെ തുടർന്ന് വിൽക്കുകയും പിന്നീട് അന്തിക്കാട്ടെ ചെങ്ങല്ലൂർ മനയിലേക്ക് വാങ്ങുകയായിരുന്നു. തൃശൂർ മൃഗശാലയിൽ സൂക്ഷിച്ചിട്ടുള്ള ചെങ്ങല്ലൂർ രംഗനാഥന്റെ അസ്ഥികൂടം കണ്ടാൽ തന്നെ ആനയ്ക്കെത്ര വലിപ്പമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ കരിവീരന്മാർക്ക് പുറമെ ഗുരുവായൂർ കേശവൻ, ഗുരുവായൂർ പഴയ പത്മനാഭൻ, കീരങ്ങാട്ട് കേശവൻ, കൂടലാറ്റുപുറം രാമചന്ദ്രൻ, പനമന രാമചന്ദ്രൻ, വരിക്കാശ്ശേരി ഗോപാലൻ, കിഴക്കുവീട്ടിലെ ആനകളായ ഗോപി, ദാമോദരൻ നാരായണൻ, കാച്ചാംകുറിച്ചി കേശവൻ,
കുംഭകോണം സ്വാമിയാർ തുടങ്ങി തലയെടുപ്പിൽ പുകൾപെറ്റ നിരവധി ആനകൾ പാറമേക്കാവിനും തിരുവമ്പാടി വിഭാഗത്തിനുമായി തിടമ്പേറ്റിയിട്ടുണ്ട്. മൺമറഞ്ഞ പഴയ ഗജവീര കേസരികൾ ഇന്നും തൃശൂർ പൂരത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ ഒളിമങ്ങാതെ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. പൂരം വരവായി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് NTC ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഇത് വെറും വിശ്വാസമല്ല, ഉറപ്പാണ്. ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. കോ സ്പോൺസേഡ് ബൈ ജോൺസ് ഹോണ്ട കാർസ്, സ്കൂട്ടേഴ്സ് ആൻഡ് ബൈക്സ് തൃശൂർ. നിങ്ങളുടെ വാഹന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കും. KSFE ഹാർമണി ചിറ്റ്സ്. മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. മറ്റു വാർത്തകളിലേക്ക്. ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം മെയ് 3 വരെ നീട്ടി. മെയ് 4, 5 തീയതികൾ റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് 6 ആരംഭിക്കും. അക്ഷയ തൃതീയ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഗുരുവായൂരപ്പന്റെ ചിത്രം ആലേഖനം ചെയ്ത 26,19,300 രൂപയുടെ സ്വർണ്ണ ലോക്കറ്റുകളുടെ വിൽപ്പന നടന്നു. നിർമ്മാല്യ ദർശനം മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. നട തുറന്നതു മുതൽ ഭക്തരെ കൊടിമരം വഴി നേരിട്ട് പ്രവേശിപ്പിച്ചാണ് തിരക്ക് നിയന്ത്രിച്ചത്. 153 വിവാഹങ്ങളും 431 ചോറൂൺ വഴിപാടും ക്ഷേത്ര സന്നിധിയിൽ നടന്നു. വിവാഹങ്ങളും ദർശനവും സുഗമമാക്കുന്നതിന് ദേവസ്വം മുന്നൊരുക്കങ്ങൾ നടത്തിയത് ഭക്തർക്ക് ഉപകാരപ്രദമായി. സ്വർണ്ണ ലോക്കറ്റ് വിൽപ്പന നടത്തിയതിന് പുറമെ 63.98 ലക്ഷത്തിന്റെ വഴിപാടും നടന്നു. 15.3 ലക്ഷത്തിന്റെ തുലാഭാരമുണ്ടായിരുന്നു. വരി നിൽക്കാതെ ദർശനം നടത്തുന്നതിന് 17.06 ലക്ഷത്തിന്റെ നെയ്വിളക്ക് ഭക്തർ ഷീട്ടാക്കി. അക്ഷയ തൃതീയയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ പാരമ്പര്യ അവകാശികളായ കടകക്കാരുടെ വകയായി വിശേഷാൽ നിറമാല, ശ്രീലകത്ത് നെയ്വിളക്ക് എന്നിവയും ഉണ്ടായിരുന്നു. മേളത്തോടെ കാഴ്ചശീവേലിയും രാത്രി വിളക്കെഴുന്നള്ളിപ്പ് നടന്നു. ദേശീയപാത കുതിരാനിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. തമിഴ്നാട്ടിൽ നിന്ന് മാങ്ങ കയറ്റി വന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലിടിച്ച് മറിഞ്ഞത്. പരിക്കേറ്റ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് മാങ്ങകൾ ദേശീയപാതയിൽ ചിതറി വീണു. ഒറീസയിൽ നിന്നും വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്ന 1.25 കിലോ കഞ്ചാവുമായി യുവാവിനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തു. മാള മടത്തമ്പടി സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ ജസ്റ്റിനാണ് പിടിയിലായത്. ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ പിടികൂടിയത്. യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ കൂടി അറസ്റ്റിലായി. പറവൂർ ചെറിയപ്പള്ളി സ്വദേശികളായ മാലോത്ത് വീട്ടിൽ റൊണാൾഡ്, റിച്ചാർഡ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ആളൂർ പടിയൂർ സ്വദേശി കോഴിപ്പറമ്പിൽ അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയി ഹോട്ടലിൽ എത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. കേസിലെ 5 പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടന്ന പരിശോധനയിൽ ചേർപ്പ് പെരുമ്പിടിക്കുന്നിൽ നിന്ന് കഞ്ചാവുമായി യുവാവ് അറസ്റ്റിലായി. ചാടൂർ സ്വദേശി തെക്കേമഠത്തിൽ വീട്ടിൽ സേവാകൃഷ്ണയാണ് അറസ്റ്റിലായത്. വാണിജ്യം. സ്വർണ്ണ നഗരിയായ തൃശൂരിന് പൂരസമ്മാനമായി സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ മന്നാടിയാർ ലൈനിൽ മാർ ടവർ ബിൽഡിംഗിലെ സ്വർണ്ണമുഖി ഷോറൂം നടി പത്മഭൂഷൺ ശോഭന ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്മി, കാർത്യായനി എന്നിവർ തിരിതെളിയിച്ചു. മേയർ MK വർഗീസ്, കൗൺസിലർമാർ, സിനിമാ താരങ്ങളായ അനു സിത്താര, ടിനി ടോം, സാജു നവോദയ, സരയു, ഗിന്നസ് പക്രു, സോന നായർ, മിയ, അനുശ്രീ, ശിവജി ഗുരുവായൂർ, രഞ്ജിനി ഹരിദാസ്, റിട്ടയേർഡ് DGP പുലിക്കേശി, ബാലശ്രീ സൂര്യനന്ദ ബ്രഹ്മാനന്ദ സരസ്വതി, ദുബായ് ETA കമ്പനി ചെയർമാൻ സലിം രാജ തുടങ്ങിയവർ സന്നിഹിതരായി. കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി ഈടാക്കില്ലെന്നും സ്വർണ്ണമുഖിക്ക് സ്വന്തമായി നിർമ്മാണശാല ഉടൻ ആരംഭിക്കുമെന്നും മാനേജിംഗ് ഡയറക്ടർ KP മനോജ് കുമാർ പറഞ്ഞു. ജോർജ് മംഗലത്ത്, ഡോക്ടർ ഷാഹിദ് എന്നിവർക്ക് ആദ്യ വിൽപ്പന നടത്തി. 5000 ചതുരശ്രടി വിസ്തീർണത്തിൽ തൃശൂരിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഡയമണ്ട് ഷോറൂമായാണ് സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നത്. ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുകൾ, പരമ്പരാഗത കേരളീയ ശൈലിയിലുള്ളതും പാശ്ചാത്യ ഡിസൈനുകളിലുള്ളതുമായ ആഭരണങ്ങൾ എന്നിവ ഒരു ഫ്ലോറിൽ ലഭ്യമാകും വിധമാണ് ഷോറൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ ആശങ്കകളില്ലാതെ ഇവിടെ മാറ്റിയെടുക്കാം. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളും
ഡയമണ്ട് ആഭരണങ്ങൾക്ക് പ്രത്യേക ഇളവുകളും ലഭ്യമാണ്. വിശാലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ സൂര്യഭാരതി ക്രിയേഷൻസിന്റെ ബാനറിൽ KP മനോജ് കുമാർ നിർമ്മിക്കുന്ന അടിനാശം വെള്ളപ്പൊക്കം എന്ന സിനിമയുടെ പേര് പ്രഖ്യാപനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പ്രകാശനവും ഹാപ്പി ദിൻ ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്റ്റ് ലോഞ്ചും സൂര്യഭാരതി ഫൗണ്ടേഷൻ ഓഫീസ് ഉദ്ഘാടനവും നടന്നു. ഇനി സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. വെള്ളി ഗ്രാമിന് 109 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,333 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. വിശ്വപ്രസിദ്ധമായ പൂരങ്ങളുടെ പൂരത്തിന് കൊടിയേറി പ്രധാന പൂര പങ്കാളി ക്ഷേത്രങ്ങളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ കൊടിയേറ്റം ആവേശമായി. ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറി. ചാവക്കാട് പുന്നയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആനയിടഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. കൊമ്പൻ മരുതിയൂർക്കുളങ്ങര മഹാദേവനാണ് ഇടഞ്ഞത്. കയ്യന്തോളിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ വിജിലൻസിന്റെ പിടിയിലായി. MBIമാരായ AP കൃഷ്ണകുമാർ, KG അനീഷ് എന്നിവരാണ് പിടിയിലായത്. പുലിപ്പല്ലി കേസിൽ റാപ്പർ വേടന് ജാമ്യം. വിയൂരിലെ ജ്വല്ലറിയിലും വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അനുഭവം നല്ല മനുഷ്യനായി മാറാൻ ശ്രമിക്കാമെന്ന് വേടൻ. കുന്നംകുളം മത്സ്യമാർക്കറ്റിന് സമീപം സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് പറഞ്ഞ 10ഓളം പേർക്ക് പരിക്ക്. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന മയിൽ വാഹന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അപകടം KSRTC ബസിനെ മറികടക്കുന്നതിനിടയിൽ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.